നിഖിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂട് പേരുമലയിലുള്ള അഫാന്റെ വീട്ടിലാണ്. അതായത് ആദ്യം അഫാൻ കൊലപാതക ശ്രമം നടത്തുന്നത് ഈ വീട്ടിലാണ്. ഉമ്മയെ തലക്കടിച്ച് ഉമ്മ മരിച്ചുവെന്ന് വിചാരിച്ചതിന് ശേഷം ഇവിടെ നിന്നും ഉമ്മുമ്മയുടെ വീട്ടിലേക്ക്, പാങ്ങോടുള്ള ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്. ഉമ്മുമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം വലിയപ്പായുടെയും വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്നും വലിയമ്മനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം തിരിച്ച് അഫാന്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അഫാൻ ഇന്നലെ രാവിലെ മുതൽ നടത്തിയത് ഒരു കൊലപാതക പരമ്പരയാണ്. രാവിലെ 11നും 2 മണിക്കും ഇടയിലാണ് ആദ്യ കൊലപാതകം നടന്നതെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരം. അപ്പോൾ ഇന്നലെ രാവിലെ മുതൽ നടന്ന കൊലപാതക പരമ്പര ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ ആകെ ഞെട്ടലാഴ്ത്തിയിരിക്കുകയാണ്. ചേട്ടൻ എവിടെ താമസിക്കുന്ന ആളാണോ? ഈ വീട്ടുകാരെയൊക്കെ അറിയാമോ? ആ, വീട്ടുകാരെ അറിയാം. ഈ പയ്യനെപ്പോഴും ബൈക്കിൽ കൊണ്ടിട്ട് പോകുന്ന കാണാറുണ്ട്. അവൻ്റെ അനിയനെ വെച്ചുകൊണ്ട് പോകുന്ന കാണാറുണ്ട്. ഈ എങ്ങനെയാ ഇവന്റെ സ്വഭാവം, ഈ അഫാന്റെ സ്വഭാവം? അങ്ങനെ നമ്മളായിട്ട് വലിയ സംസാരത്തില്ല. കാണുമ്പോൾ ചിരിക്കും, അത്രയും അപ്പുറത്തേക്ക് മിണ്ടിയിട്ടൊന്നുമില്ല. ഇങ്ങനെ പോകുന്ന കാണാറുണ്ട്. ഇത് പയ്യനെ കുറിച്ച് നമ്മളായിരുന്നു മുമ്പ് ഒരു പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും അറിയില്ല. കുടുംബത്തിൽ ഇത്തരത്തിൽ സാമ്പത്തികമായ പ്രശ്നം ഇതിപ്പോൾ ഇന്നലെ ആൾക്കാർ പറയുന്നത് അങ്ങനെ ഉള്ളതായിട്ടൊന്നും അതിന് മുമ്പൊന്നും അറിയില്ല. ഇന്നലെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുന്നുള്ളൂ. ഉണ്ടെങ്കിൽ പോലും ആ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്നവരാണ്. അപ്പോൾ അടുത്ത ഇവിടെ താമസം അപ്പുറത്തായിരുന്നു ഇവരുടെ വീടെല്ലാം. നേരത്തെ എത്ര വർഷമായിട്ട് ഇവിടെ താമസം? ഇവർ ഇവിടുത്തുകാർ തന്നെയാണ്. ഇവിടെ പിന്നെ വസ്തു മേടിച്ചൊക്കെ വീട് വെച്ചതാണ്. ഇവിടെ കുറച്ചപ്പുറത്താണ് വീടായിരുന്നത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളായിട്ടുള്ളതായിട്ടൊന്നും അറിയില്ല. ഇപ്പം ഇളയ കുട്ടിയെ വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു കൊണ്ടുപോകുന്ന കാണാൻ. എപ്പോഴും ബൈക്കിലൊക്കെ ഇരുത്തി കൊണ്ടുപോകുന്ന കാണാമായിരുന്നു. പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്നു ഒക്കെ വരുന്നില്ല. ആ കുട്ടി പരീക്ഷ കഴിഞ്ഞ് വന്നതാണ്, ഇളയ കുട്ടി. അങ്ങനെ സംഭവിച്ചു. അപ്പം പാങ്ങോടാണ് വാപ്പുമ്മയുടെ സ്ഥലം. വാപ്പാനെയും ഉമ്മാനെയൊക്കെ അറിയാമോ? അറിയാം, അവരൊക്കെ അറിയാം. നമ്മുടെ അടുത്താണ് താമസിക്കുന്നത്. എങ്ങനെയായിരുന്നു സഹകരിക്കാൻ ആൾക്കാർ? വേറെ പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ള ഫാമിലി ആയിരുന്നില്ല. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കുട്ടി ഈ വീട്ടിൽ നേരത്തെ ഇന്നലെ അറിയാം. പെൺകുട്ടിയമ്മക്കാർ വെഞ്ഞാറോട്ടിൽ പുതൂരുള്ളതാ. ആ കുട്ടിയുടെ വാപ്പയൊക്കെ എനിക്കറിയാം. എങ്ങനെയാ സാമ്പത്തികമായി? അവരൊക്കെ വരെ പ്രശ്നമൊന്നും ഉള്ളവരല്ല. എല്ലാവരും മാന്യമായി കഴിയുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയില്ല. പിന്നെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ കൊണ്ട് ചെറിയ ക്ലാസ് പഠിക്കുകയും പ്രശ്നങ്ങളായിരുന്നു. അവിടെ നിന്ന് പിന്നെ മാറ്റി കൊണ്ടുവന്നൊക്കെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പിന്നെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അഫാൻ? പഠിക്കുമായിരുന്നു? അവൻ്റെ ഇപ്പം പഠിക്കുന്നതായിട്ട് അറിയില്ല. അവൻ ഗൾഫിൽ പോയിരുന്നു. അവൻ്റെ വാപ്പാരുടെ അടുത്ത് പോയിട്ടൊക്കെയാണ് വന്നത്. വേറെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും അറിയില്ല. വണ്ടിയിൽ എപ്പോഴും കൊണ്ട് ഞാൻ പോണ കാണാം, അറിയാം. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പ്രശ്നക്കാരൊന്നും അല്ല ഇല്ല, അങ്ങനെ ഉള്ളതായിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഓരോ പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയില്ല. ഇതിപ്പോൾ എന്തിങ്ങനെ വന്നുവെന്ന് ചോദിച്ചാൽ അവന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഞാനൊരു അധ്യാപകനാണ്. ഒരു നോർമലായ ഒരാളൊരു കൊലപാതകം ചെയ്താൽ ഒരു അരമണിക്കൂർ സ്വയമായിട്ടല്ലാത്ത അവസ്ഥ നിൽക്കും. പക്ഷെ പിന്നെ ആൾ നോർമലാവാളാണ്. പക്ഷെ ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് വാപ്പമ്മായെയും കൊന്നിട്ട് തിരിച്ച് 17 കിലോമീറ്റർ സഞ്ചരിച്ച് SN പുരം എന്ന സ്ഥലത്ത് പോയിട്ട് ആറോടെ കല്ലറ ഇങ്ങോട്ടുള്ള അത് വന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ചെയ്യണമെങ്കിൽ ഒരു നോർമൽ കണ്ടീഷനുള്ള വ്യക്തി കഴിയില്ല എന്നുള്ളതാണ്. എല്ലാവരെയും കൊല്ലണമെന്ന് ആയിരിക്കാം. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതിന് നോർമലായി ഒരാളിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിന്നലെ ഇവിടെ ഈ ഫയർഫോഴ്സും ഇതൊക്കെ പറഞ്ഞിട്ടപ്പോഴും ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളപ്പുറത്ത് താമസിക്കുന്നത് ഞങ്ങളെല്ലാവരും എപ്പോഴാണ് അറിയുന്നത്. ഇവിടെ ഞങ്ങൾ വിചാരിച്ചു അല്ല മോട്ടോർ ആക്സിഡൻ്റ് ഒക്കെ നടന്നു വരുന്നതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ അപ്പോഴാണ് അറിയുന്നത്.